ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എക്സ്പെരിമെന്റൽ ഡിസൈൻസ് ഉണ്ട്. അതിൽ ഒന്നാണ് ബിറ്റ്വീൻ സബ്ജക്ട് ഡിസൈൻ. അതിനെ നമ്മൾ ഇൻഡിപെൻഡന്റ് സാമ്പിൾ ഡിസൈൻ എന്ന് വിളിക്കും. രണ്ടാമത്തേത് വിത്തിൻ സബ്ജക്ട് ഡിസൈൻസ് ആണ്. അതിനെ റിപ്പീറ്റഡ് മെഷർ അല്ലെങ്കിൽ ഡിപെൻഡന്റ് സാമ്പിൾ ഡിസൈൻ എന്നും വിളിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ടെമ്പറേച്ചർ ആണ്. ആ ടെമ്പറേച്ചറിന് രണ്ട് ലെവൽസ് വരുന്നുണ്ട്, ഹൈ ടെമ്പറേച്ചറും ലോ ടെമ്പറേച്ചറും. ആ രണ്ടാമത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് നോയിസ് ആണ്. നോയിസ് പ്രസന്റ് ആൻഡ് ആബ്സെന്റ് എന്ന രീതിയിൽ രണ്ട് ലെവൽസ് വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്കിവിടെ ഒരു 2x2 ഡിസൈൻ ആയിരിക്കും വരിക. 2x2 ഡിസൈൻ ആകുമ്പോൾ 4 സെല്ലുകളായിരിക്കും ഉണ്ടാക്കുക. അപ്പൊ ഇവിടെ ഹൈ ടെമ്പറേച്ചർ ആൻഡ് ലോ ടെമ്പറേച്ചർ, നോയിസ് പ്രസന്റ് ആൻഡ് ആബ്സെന്റ്, ഈ ഒരു കോമ്പിനേഷനിൽ 4 സെല്ലുകളായിരിക്കും ഉണ്ടാകുക. ഇങ്ങനെ ഒരു ഡിസൈനിൽ നമ്മൾ യൂസ് ചെയ്തത് ബിറ്റ്വീൻ സബ്ജക്ട് ഡിസൈൻ ആണെങ്കിൽ ഇതിൽ ഓരോ സെല്ലുകളിലും ഉണ്ടാകുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആയിരിക്കും. ഇപ്പം ആദ്യത്തെ കണ്ടീഷൻ ആയിട്ടുള്ള നോയിസ് പ്രസന്റും ഹൈ ടെമ്പറേച്ചറുമുള്ള ഒരു കണ്ടീഷനിൽ 5 പാർട്ടിസിപ്പൻസിനെ ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അടുത്ത കണ്ടീഷനായിട്ട് വരുന്ന ഹൈ ടെമ്പറേച്ചറും നോയിസ് ആബ്സെന്റും ആയിട്ടുള്ള കണ്ടീഷനിൽ ഡിഫറെന്റ് ആയിട്ടുള്ള മറ്റ് 5 ആൾക്കാരെ ആയിരിക്കും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടാകുക. ആൻഡ് അടുത്ത നോയിസ് പ്രസന്റ് ആയിട്ടുള്ള ലോ ടെമ്പറേച്ചർ വരുന്ന കണ്ടീഷനിൽ മറ്റുള്ള ഈ ഇതിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള പീപ്പിളിനെ ആയിരിക്കും ആഡ് ചെയ്തിട്ടുണ്ടാക്കുക. സിമിലർലി അടുത്ത 4ാമത്തെ സെല്ലിലും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റിനെ ആയിരിക്കും ആഡ് ചെയ്തിട്ടുണ്ടാക്കുക. അപ്പം ഈ ഒരു സെല്ലിലും ഒരു പാർട്ടിസിപ്പന്റും റിപ്പീറ്റഡ് ആയിട്ട് വരില്ല. ഈ 5 പേരും ഈ 5 പേരും ഈ 5 പേരും അടുത്ത 5 പേരും എല്ലാവരും ഡിഫറെന്റ് ആയിരിക്കും. ഇങ്ങനത്തെ ഡിസൈനെയാണ് നമ്മൾ ബിറ്റ്വീൻ സബ്ജക്ട് ഡിസൈൻ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് സാമ്പിൾ ഡിസൈൻ എന്ന് പറയാറുള്ളത്. അതേ സ്ഥാനത്ത് വിത്തിൻ സബ്ജക്ട് ഡിസൈൻ ആകുമ്പോൾ സിമിലർലി ഇവിടെയും ഹൈ ടെമ്പറേച്ചർ, ലോ ടെമ്പറേച്ചർ ആൻഡ് നോയിസ് പ്രസന്റ് ആൻഡ് നോയിസ് ആബ്സെന്റ് ഇങ്ങനെയായിരിക്കും കണ്ടീഷൻ. പക്ഷേ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുക സെയിം ആൾക്കാരായിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ റിപ്പീറ്റഡ് മെഷർ ഡിസൈൻ എന്ന് വിളിക്കാറുള്ളത്. അതായത് ആദ്യം നമ്മൾ ഇവരെ ഹൈ നോയിസ് പ്രസന്റ് ആയിട്ടുള്ളതും ഹൈ ടെമ്പറേച്ചർ ഉള്ള കണ്ടീഷനിൽ ആഡ് ചെയ്തു. അതിനുശേഷം ഇതേ ആൾക്കാരെ ഹൈ ടെമ്പറേച്ചർ ഉള്ളതും എന്നാൽ നോയിസ് ഇല്ലാത്ത കണ്ടീഷനിൽ ആഡ് ചെയ്തു. അതിനുശേഷം ഇതേ ആൾക്കാരെ ഹൈ നോയിസ് പ്രസന്റ് ആയിട്ടുള്ളതും എന്നാൽ ടെമ്പറേച്ചർ കുറവായിട്ടുള്ളതുമായിട്ട് കണ്ടീഷനിൽ ആഡ് ചെയ്തു. അതിനുശേഷം പിന്നെയും ഇതേ ആൾക്കാരെ നോയിസ് ആബ്സെന്റും ടെമ്പറേച്ചർ ലോ ആയിട്ടുള്ള കണ്ടീഷനിൽ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ഒരേ പാർട്ടിസിപ്പൻസിനെ എല്ലാ കണ്ടീഷനിലൂടെയും കടത്തി വിടുന്നതിനെയാണ് റിപ്പീറ്റഡ് മെഷർ ഡിസൈൻ അല്ലെങ്കിൽ വിത്തിൻ സബ്ജക്ട് ഡിസൈൻ എന്ന് പറയുന്നത്.